മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച ആർടെമിസ് 2 നാളെ ഭൂമിയിൽ മടങ്ങിയെത്തും. വിക്ഷേപണത്തിന് ശേഷം ഇതുവരെ ദൗത്യം വിജയകരമാണ്. ഓറിയോൺ ബഹിരാകാശ പേടകത്തിലെ ശൗചാലയവുമായി ബന്ധപ്പെട്ട ചെറിയ തടസ്സങ്ങൾ ഒഴികെ മറ്റ് വെല്ലുവിളികൾ ഒന്നും തന്നെ 4-അംഗ സംഘം നേരിട്ടിട്ടില്ലെന്നും നാസ അറിയിച്ചു. ഈ മാസം 2-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ആർടെമിസ് 2 വിക്ഷേപിച്ചത്. മനുഷ്യർ ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച ഏറ്റവും വലിയ ദൂരമെന്ന അപ്പോളോ 13-ന്റെ റെക്കോർഡ് ദൗത്യം ഇതിനകം മറികടന്നിട്ടുണ്ട്. 7-ന് ഭൂമിയിൽ നിന്ന് 4,06,764 കിലോമീറ്റർ അകലെ ഓറിയോൺ എത്തി. 1970-ൽ അപ്പോളോ 13-ന്റെ കമാൻഡ് മോഡ്യൂൾ സഞ്ചരിച്ച 4,01,71 കിലോമീറ്റർ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഉപകരണങ്ങൾ സുരക്ഷിതമായി അടുക്കി വെക്കുന്നതിനും സീറ്റുകൾ സജ്ജീകരിക്കുന്നതിനുമുള്ള തിരക്കിലാണ് ബഹിരാകാശ യാത്രികർ. ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മുമ്പായി ഏതാനും നിർണായക പ്രവർത്തനങ്ങൾ കൂടി സംഘത്തിന് പൂർത്തിയാക്കാനുണ്ട്. ഫ്ലൈ വീൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള അവസാന വ്യായാമ മുറകൾ ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിലേക്ക് മാറുമ്പോൾ രക്തസമ്മർദ്ദവും രക്തചംക്രമണവും നിലനിർത്താൻ സഹായിക്കുന്ന ഓർത്തോസ്റ്റാറ്റിക് ഇൻടോളറൻസ് വസ്ത്രങ്ങളുടെ പരിശോധന, ഓറിയോൺ പേടകം സ്വയം നിയന്ത്രിക്കുന്നതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവ പൂർത്തിയാക്കിയ ശേഷം പേടകം സമുദ്രത്തിലിറങ്ങുന്ന സ്പ്ലാഷ് ഡൗൺ നടപടികളിലേക്ക് കടക്കും. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:37-ന് കാലിഫോർണിയയിലെ സാന്റിയാഗോ തീരത്ത് ഓറിയോൺ പേടകം ഇറങ്ങുക. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് 14 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും ഇത്. ഓറിയോൺ തിരിച്ചിറങ്ങുന്നതിന്റെ തത്സമയ സംപ്രേഷണം രാവിലെ 4 മണി മുതൽ ആരംഭിച്ചു തുടങ്ങും. നാസയുടെ യൂട്യൂബ് ചാനൽ, എക്സ് പ്ലാറ്റ്ഫോം, നാസ പ്ലസ് എന്നിവയിൽ ഇത് ലഭ്യമാകും. ആമസോൺ പ്രൈം, ആപ്പിൾ TV, നെറ്റ്ഫ്ലിക്സ്, HBO Max, ഡിസ്കവറി പ്ലസ്, പീകോക്ക് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലും തത്സമയ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ചൈനയിൽ സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. സർക്കാർ നിയന്ത്രിത സൂപ്പർ കമ്പ്യൂട്ടറുകളായിരുന്നവ. ചൈനയിലെ ഏറ്റവും വലിയ സൈബർ ആക്രമണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സംഭവമാണിതെന്നാണ് വിവരം. മിസൈൽ രൂപരേഖകൾ, പ്രതിരോധ രേഖകൾ, ഫൈറ്റർ ജെറ്റുകൾക്കും യുദ്ധ സിമുലേഷൻ ഗവേഷണങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ എന്നിവ ഉൾപ്പെടുന്ന വലിയ ശേഖരം തന്നെ ഹാക്കർമാർ കൈവശപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട വിവരങ്ങൾ പറയുന്നത്. 10 പെറ്റാബൈറ്റിൽ കൂടുതലാണ് ചോർത്തപ്പെട്ട ഡാറ്റയുടെ അളവെന്നാണ് റിപ്പോർട്ട്. താരതമ്യമായി ഒരു സാധാരണ ഹൈ എൻഡ് ലാപ്ടോപ്പിന് ഏകദേശം 1 ടെറാബൈറ്റിന്റെ സംഭരണ ശേഷി മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയെങ്കിൽ ചൈനയുടെ ഏറ്റവും വലിയ ഡാറ്റ ചോർച്ചകളിൽ ഒന്നായിരിക്കും ഇത്. ടിയാൻജിനിലുള്ള നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സെന്ററിലാണ് ഈ സംഭവം നടന്നതെന്നാണ് വിവരം. രാജ്യത്തെ 6000-ലധികം സ്ഥാപനങ്ങൾക്ക് സേവനം നൽകുന്ന ഈ കേന്ദ്രം ശാസ്ത്ര, വ്യോമ, ഗതാഗത, പ്രതിരോധ മേഖലകളിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഒരു VPN എൻട്രി പോയിന്റ് പ്രവേശനം നേടിയ ഹാക്കർമാർ ബോട്ട് നെറ്റ് ഉപയോഗിച്ച് പല മാസങ്ങളായി ചെറിയ ഭാഗങ്ങളാക്കി ഡാറ്റ ചോർത്തിയതായാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഹാക്കിംഗ് നടന്നതായി കണ്ടെത്താൻ ഇത്രയും അധികം വൈകിയതും. 6 മാസമായി ഹാക്കിംഗ് തുടർന്നതായും കരുതുന്നുണ്ട്. ഫെബ്രുവരി 1 ഫ്ലെയിമിംഗ് ചൈന എന്ന പേരിലുള്ള ഒരു അക്കൗണ്ട് ടെലിഗ്രാമിലൂടെ ഡാറ്റയുടെ ഭാഗങ്ങൾ പുറത്തുവിട്ടത്. ഈ സാമ്പിളുകളിൽ വ്യോമയാന എഞ്ചിനീയറിംഗ്, സൈനിക സാങ്കേതിക വിദ്യ, ബയോ ഇൻഫർമാറ്റിക്സ്, ഫ്യൂഷൻ സിമുലേഷൻ തുടങ്ങിയ മേഖലകളിലെ വിവരങ്ങൾ ഉൾപ്പെട്ടിരുന്നു. തുടർന്ന് ഹാക്കർമാർ ഈ ഡാറ്റ വിൽപ്പനയ്ക്കും വെച്ചതായി റിപ്പോർട്ടുണ്ട്. ചെറിയ പ്രിവ്യൂകൾക്ക് $1000-കണക്കിന് പൂർണ്ണ ഡാറ്റയ്ക്ക് തന്നെ ലക്ഷക്കണക്കിന് ഡോളറുകളുമാണ് വിലയായി ഇവർ ആവശ്യപ്പെടുന്നത്. സംഭവത്തിനെ കുറിച്ച് റിപ്പോർട്ടുകൾ കൂടുതൽ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പരിശോധിച്ച വിദഗ്ധർ അതിന് വിശ്വാസ്യതയുണ്ടെന്ന് പറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.